ഇന്ന് നമ്മളൊരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളൊരു ന്യൂസാണ് കേട്ടോ നമ്മൾ ഷെയർ ചെയ്യുന്നത്. അതായത് നമ്മളുടെ കേരള ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടെ ഫ്രീ ആയിട്ട് നമുക്ക് UAEക്ക് നമുക്ക് എങ്ങനെയാണ് ജോബിന് പോകാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതായത് ഏതൊക്കെ ജോബിനാണ് ചോദിക്കുകയാണെങ്കിൽ റിക്രൂട്ട്മെൻറ്റ് ഓഫ് മെയിൽ ഇൻഡസ്ട്രിയൽ നഴ്സസ്, അതുപോലെ തന്നെ സ്ട്രക്ചറൽ ഫാബ്രിക്കേറ്റർ വർക്കേഴ്സ്, സ്റ്റീൽ എറക്റ്റേഴ്സ്, അതുപോലെ തന്നെ സ്ട്രക്ചറൽ സ്റ്റീൽ പെയിൻറ്റേഴ്സ്, സൈറ്റ് സൂപ്പർവൈസേഴ്സ്. ഓക്കെ, ഇതൊക്കെ UAEക്കാണ് കേട്ടോ പറയുന്നത്. നല്ല സാലറിയും പറയുന്നുണ്ട്. ആക്ച്വലി ഇത് നമ്മളുടെ കേരള ഗവൺമെൻറ് വഴി എങ്ങനെയാണ് പോകാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. സോ നിങ്ങൾ ഈ ഒരു വീഡിയോ ഒന്ന് കാണുകയാണെങ്കിൽ മാക്സിമം നിങ്ങൾ ഇന്ന് തന്നെ അപ്ലൈ ചെയ്യുക. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇതിന് അപ്ലൈ ചെയ്യുക എന്നുള്ളതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് ഞാൻ ഇപ്പോൾ തന്നെ കാണിച്ചു തരാം. സോ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എന്തായാലും ഒരു ഹെൽപ്പ് ചെയ്ത് തരിക. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇതേപോലത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഒക്കെ നമ്മുടെ ചാനലിൽ ഒരുപാട് വരുന്നതായിരിക്കും. ഓക്കെ, അത് മാത്രം ചെയ്യുക. സോ നിങ്ങൾ എന്തായാലും നെറ്റ് കയറിയിട്ട് ODEPC എന്ന് അടിക്കുക കേട്ടോ. സോ ഇതാണ് ODEPCൻ്റെ ഇൻ്റർഫേസ് വരിക. നമ്മൾ ആൾറെഡി ഇതുവഴി ഒരുപാട് ജോബ് ഷെയർ ചെയ്തിട്ടുണ്ട്, ജോബിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടുണ്ട്. ഓവർസീസ് ഡെവലപ്മെൻറ്റ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് പ്രൊമോഷൻ കൺസൾട്ടൻറ്റ്, ഓക്കെ, ഗവൺമെൻറ് ഓഫ് കേരള അണ്ടർടേക്കിംഗ്. സോ നമ്മൾ ആൾറെഡി ഇതുവഴി ഒരുപാട് ജോബിൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇത് കേരള ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് താഴത്തേക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും ഫീച്ചേർഡ് ജോബ്സിൽ റിക്രൂട്ട്മെൻറ്റ് ഓഫ് മെയിൽ ഇൻഡസ്ട്രിയൽ നഴ്സസ്, സ്ട്രക്ചറൽ ഫാബ്രിക്കേറ്റേഴ്സ്, സ്റ്റീൽ എറക്റ്റേഴ്സ്, അതുപോലെ തന്നെ സ്ട്രക്ചറൽ സ്റ്റീൽ പെയിൻറ്റേഴ്സ്, സൈറ്റ് സൂപ്പർവൈസേഴ്സ് ഒക്കെ UAEക്കാണ് പറയുന്നത്. സാലറി എത്രയാണെന്ന് കൊടുത്തിട്ടുണ്ട്, എന്നാണ് ഡെഡ് ലൈൻ എന്ന് കൊടുത്തിട്ടുണ്ട്. സോ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതിലേതെങ്കിലും ഒന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. സോ നമുക്ക് ഏതെങ്കിലും തൽക്കാലം എന്തായാലും നമുക്ക് ആദ്യത്തെ ഈ ഒരു മെയിൽ ഇൻഡസ്ട്രിയൽ നഴ്സസിൻ്റെ എന്താ നോക്കി നോക്കാം. ഓക്കെ, ഞാനിതിൽ ഓപ്പൺ ചെയ്യുന്നുണ്ട്. സോ നമുക്കിതിന് ഓഫേർഡ് സാലറി 5000 അറബ് എമിറേറ്റ്സ് ദർഹാണ് കേട്ടോ ഇവർ ഓഫർ ചെയ്യുന്നത്. 100 വേക്കൻസികൾ പറയുന്നുണ്ട്. 2 years എക്സ്പീരിയൻസ് വേണം, മെയിൽസിന് മാത്രമാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ BSc നഴ്സിംഗ് ക്വാളിഫിക്കേഷൻ വേണം. പിന്നെ ജോബ് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ, അതൊക്കെ നോക്കുക. അതായത് ബിലോ 40 വയസ്സിന് താഴെയുള്ളവർക്ക് അതിന് പറ്റുള്ളൂ. എക്സ്പീരിയൻസ് 2 years എക്സ്പീരിയൻസ് ഉണ്ടാവണമെന്ന് പറയുന്നുണ്ട്. അത് ഏതിലൊക്കെയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. ICU, എമർജൻസി, അർജൻറ്റ് കെയർ. ക്വാളിഫിക്കേഷൻ എത്രയും കൊടുത്തിട്ടുണ്ട്. ബെനിഫിറ്റ്സ് എന്തൊക്കെയുണ്ട്, അതായത് അക്കോമഡേഷനൊക്കെ കൊടുക്കുന്നു പറയുന്നുണ്ട്, ഫ്രീ ആണ്. വർക്കിംഗ് അവേഴ്സ് എത്രയും കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ CV, പാസ്പോർട്ട് ഇതൊക്കെ നമ്മൾ ഷെയർ ചെയ്യുക കേട്ടോ. നമ്മളുടെ ഇവിടെ ഒരു മെയിൽ ID കൊടുത്തിട്ടുണ്ട്, അതുവഴി നമ്മൾ ഷെയർ ചെയ്യാണ് വേണ്ടത്. ഓക്കെ, സോ ഇതിപ്പോൾ നമ്മൾ റിക്രൂട്ട്മെൻറ്റ് ഓഫ് മെയിൽ ഇൻഡസ്ട്രിയൽ നഴ്സസ്, മെയിൽ നഴ്സസിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇനി ഫാബ്രിക്കേറ്റേഴ്സ്, സ്റ്റീൽ എറക്റ്റേഴ്സ്, അതുപോലെ തന്നെ പെയിൻറ്റേഴ്സ്, സൈറ്റ് സൂപ്പർവൈസേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. സോ ഇത് ഓരോന്നും നിങ്ങൾ ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഓരോന്നിൻ്റെയും ക്വാളിഫിക്കേഷൻ ഡിഫറൻ്റ് ആയിരിക്കും. ചിലത് നമുക്ക് 3 years എക്സ്പീരിയൻസ്, ഇതിപ്പോൾ ഏതാണ് സ്റ്റീൽ പെയിൻറ്റേഴ്സിൻ്റെയാണ്, സ്ട്രക്ചറൽ സ്റ്റീൽ പെയിൻറ്റേഴ്സ്, അതിന് 3 years എക്സ്പീരിയൻസ് വേണം. ക്വാളിഫിക്കേഷൻ IT ആണ് പറയുന്നത്. മെയിൽസിനും ഫീമെയിൽസിനും പറ്റും പറയുന്നുണ്ട്. ഓഫേർഡ് സാലറി എത്രയും കൊടുത്തിട്ടുണ്ട്. 20 വേക്കൻസികളാണ് പറഞ്ഞിട്ടുള്ളത്. ജോബ് ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്വാളിഫിക്കേഷൻ SSLC ഓർ ITI. ഓക്കെ, സോ പിന്നെ അതർ ബെനിഫിറ്റ്സ് നമുക്ക് 2 years ആണ് കോൺട്രാക്റ്റ് വരിക എന്ന് കൊടുത്തിട്ടുണ്ട്. ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ CV, പിന്നെ പാസ്പോർട്ട്, പിന്നെ ആളുടെ സർട്ടിഫിക്കറ്റ്സ്, ഇവിടെ ഒരു മെയിൽ ID കൊടുത്തിട്ടുണ്ട്, jobs@odepc.in. സോ ഇതിലേക്ക് നമ്മൾ സ്ട്രക്ചറൽ സ്റ്റീൽ പെയിൻറ്റേഴ്സ് ആണ് ഒരു സബ്ജക്റ്റും കൊടുത്തിട്ട് നമ്മളിതിലേക്ക് നമ്മൾ മെയിൽ ചെയ്യാണ് ചെയ്യേണ്ടത്. ഓക്കെ, 25th July അതിന് മുമ്പായിട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. സോ നിങ്ങൾ ഈ വീഡിയോ ഒരു 2 days കഴിഞ്ഞിട്ടാണ് കാണുന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ ഒരു പെട്ടെന്ന് തന്നെ നിങ്ങളിത് അപ്ലൈ ചെയ്യുക കേട്ടോ. സോ ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇത് നമ്മുടെ കേരള ഗവൺമെൻറ് പുറത്ത് വിടുന്ന ഒരു വെബ്സൈറ്റ് വഴിയാണ് കേട്ടോ. കേരള ഗവൺമെൻറ് വഴി പോകാൻ പറ്റിയൊരു ചാൻസസ് ആണ്. നിങ്ങളെന്തായാലും മിസ് ചെയ്യരുത്. ഓക്കെ, സോ അതിനാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.